ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് എബൌട്ട് യു? ഓക്കെ, എന്താണെന്ന് അവരുടെ ചിന്തകൾ, അവരുടെ ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഡു ദേ തിങ്ക് എബൌട്ട് യു? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു? എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? പ്ലീസ് തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തിയുടെ ചിത്രം കൊണ്ടുവരിക. അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, യെസ്, ഐ വാസൻറ്റ് ഹാപ്പി ദ വേ തിങ്സ് വെർ ഗോയിങ്. അവർ പാസ്റ്റിൽ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ആ ഒരു സമയം ചിലപ്പോൾ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ചിന്തിക്കുന്നത് ആ ഒരു മൊമെൻറ്റിൽ, നിങ്ങൾ എപ്പോഴാണോ സെപ്പറേറ്റഡ് ആയത് ആ ഒരു മൊമെൻറ്റിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നൊരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി സന്തോഷിച്ചിരുന്നില്ല, അവരൊട്ടും തന്നെ ഹാപ്പി ആയിരുന്നില്ല, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് ഈ വ്യക്തി സങ്കടപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. തിങ്സ് ഡിഡിൻറ്റ് ഗോ ദ വേ ഐ പ്ലാൻ. അവർ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ആ ഒരു സമയത്ത്, ചിലപ്പോൾ അതൊരു ഡ്രാമ ആയിരുന്നിരിക്കാം, ആ ഒരു ഡ്രാമയിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് തന്നെ തകർന്നു പോയ ഒരു സാഹചര്യം കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്കമാണ് റിലേഷൻഷിപ്പിൽ ആ ഒരു സമയത്ത് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം എന്താണ് പറയുക, എക്സൈറ്റഡ് ആണ്. എന്താണ് ആ ഒരു സമയത്ത് സംഭവിച്ചത്? അവർ കുറേ കാര്യങ്ങൾ ഫ്യൂച്ചറിൽ സംഭവിക്കും, അല്ലെങ്കിൽ അങ്ങനെയെല്ലാം കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ട് അങ്ങനെ ആകും എന്നൊക്കെ ഒരു കാൽക്കുലേഷനിലാണ് ആ ഒരു സമയത്ത് നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് എല്ലാം റിവേഴ്സായിട്ടാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അവർ കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചു, നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള സങ്കടം ഉണ്ടായി. അപ്പോൾ അതെല്ലാം തന്നെ അവർക്ക് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കൊരു ഗിൽറ്റ് ഉണ്ടാവുന്നുണ്ട്, കുറ്റബോധം, പശ്ചാത്താപം എന്നൊക്കെ പറയുന്ന പോലെ. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് എന്നാണ്. ഇനിയും പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാനുണ്ട്. ഓക്കെ, പല കാര്യങ്ങളും ഇനിയും നിങ്ങളോട് തുറന്നു പറയാനുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ആൻഡ് ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റിലൂടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. കാരണം പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്, അല്ലെങ്കിൽ നിങ്ങളോട് തുറന്ന് പറയാതിരുന്നതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. സംഭവിച്ചത് എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റ് സംഭവിച്ചത് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് തന്നെ മൂവ് ഓൺ ചെയ്യണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഒരു പാർട്ട്ണറായിട്ട് ഉണ്ടാവണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അവരിൽ ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ കുറേ കാര്യങ്ങളിൽ ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്, അതായത് സ്വയം ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത്രത്തോളം അവർക്കും ഒരു വേദന അവർ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടുപേരെയും കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെക്കാളും മെച്ചപ്പെട്ടൊരു വ്യക്തി നിങ്ങൾ തന്നെയാണ്. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ആ വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ആ വ്യക്തിക്ക് ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് സ്വയം അവർക്കൊരു വാല്യൂ കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചു എന്നുള്ളത് വീണ്ടും ഒരു മെസ്സേജായിട്ട് വരുന്നുണ്ട്. അതെല്ലാം ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് ചില സിറ്റുവേഷൻസ് തന്നെയാണ്. പലർക്കും, വളരെ കുറച്ച് പേർക്കാണ് അതൊരു പേഴ്സണായിട്ട് കാണുന്നത്. അത് നിങ്ങളെ തമ്മിൽ വേർപിരിച്ചു എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും ഒരു റീയൂണിയനെ പറ്റിയാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തെ പറ്റിയാണ്. ആൻഡ് ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫർഗോട്ടൻ. ഓക്കെ, ഈ ഒരു ലെസൺ, അതായത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ
സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ടാണ് ഈ വ്യക്തി ഈ ഒരു സാഹചര്യം കൊണ്ട് അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്, ലൈഫ് ലെസൺസ് പഠിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു റണ്ണർ എനർജിയിലേക്ക് ഇവർ പോവില്ല. നിങ്ങളെ വിട്ടിട്ട് ഒരിക്കലും ഇനി മറ്റൊരു സാഹചര്യത്തിലേക്കോ റിലേഷൻഷിപ്പിലേക്കോ പോലും അവർ പോകില്ല എന്നുള്ളത് അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഐ ഫെയിൽ ടു ഗീവ് യു വാട്ട് യു നീഡ്, നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നൽകാനായിട്ട് അവർ പരാജയപ്പെട്ടു എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ട്, അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി, നിങ്ങളുടെ ഭാഗത്തു നിന്നും അവർ ചിന്തിക്കാൻ തുടങ്ങി. ഒരു സെപ്പറേഷൻ കാരണം ഒരുപാട് ചേഞ്ചസ് ആണ് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, നിങ്ങളെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്റ്റോറി എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാണുന്നത്. ആൻഡ് അതായത് ഒരുപാട് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ, അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയം മുതലുള്ള കാര്യങ്ങൾ അവർ റിവൈസ് ചെയ്ത് ചിന്തിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് അവർ ഇതുവരെ സ്ട്രോങ് ആയിട്ട് നൽകിയിട്ടില്ല. ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചറിൽ നിങ്ങൾ അവരുടെ പാർട്ണറായി കാണുന്നുണ്ട് ഈ വ്യക്തി. ആൻഡ് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയിലുണ്ട്. ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളെ ഒന്ന് കോൾ ചെയ്യണം, നിങ്ങളുടെ ആ ഒരു ആ ഒരു ശബ്ദം അവർക്ക് കേട്ടാൽ മതി എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. അത്രത്തോളം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആൻഡ് ബൈ ലൈങ് എ റിപ്റ്റ് ആസ് എ പാർട്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളോട് അസത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ. ഒരു പക്ഷേ നിങ്ങൾ ആ സത്യം അറിയുമായിരുന്നിട്ടും അവരതറിയാതെ നിങ്ങളോട് വീണ്ടും അസത്യങ്ങളായിട്ട് തന്നെ പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം ശരിക്കും ഈ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി എന്താണ് ഹൈഡ് ചെയ്യുന്നത്. പക്ഷേ അവരതറിയാതെ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഡ്രാമ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മറ്റെന്തോ ചില പ്ലാനിങ്ങിൽ, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചില പ്ലാനിങ്ങിലാണ് അതൊക്കെ ചെയ്തത്, അതൊക്കെ സംഭവിച്ചു പോയത് എന്നൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അതിലിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി. വിഷ് ദിസ് നെവർ ഹാപ്പൺ, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്നവർ റിപ്പീറ്റായിട്ട് ചിന്തിക്കുന്നുണ്ട്. സോ അത്രത്തോളം ഡീപ്പായിട്ട് എന്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്താണ് ആ ഒരു ജെനുവിനിറ്റി കാണുന്നത്, നിങ്ങളാണ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിന്നിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു, ഒരുപാട് അസത്യങ്ങൾ ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരുപാടായിട്ടുള്ള നെഗറ്റീവ് ഇഷ്യൂസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും എല്ലാ കാര്യങ്ങളും ഒരു ഫിക്സ് ചെയ്യണം, കറക്റ്റ് ചെയ്യണം എന്ന് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തിയുടെ ഭാഗത്തുള്ള തെറ്റുകൾ കൊണ്ട് മാത്രം സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് സംഭവിച്ച റിലേഷൻഷിപ്പാണിത്. ഇപ്പോൾ അവരായിട്ട് തന്നെ അത് കറക്റ്റ് ചെയ്യണമെന്ന് അത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷനാണ്. ഓക്കെ, ആകെപ്പാടെ അവരുടെ മനസ്സ് തന്നെ തകർന്നിരിക്കുകയാണ്. ഐ ഫീൽ അൺക്ലിയർ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അവർക്ക് ഒന്നും ക്ലാരിറ്റി ഉണ്ടാവുന്നില്ല. ഓക്കെ, എന്താണ്, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഇനി മുന്നോട്ട് എന്താ ഡിസിഷനാണ് എടുക്കേണ്ടത്, നിങ്ങളെ എന്ത് പറഞ്ഞാണ് വിശ്വസിപ്പിക്കേണ്ടത്, നിങ്ങളിനി അവർക്കൊരു ചാൻസ് കൊടുക്കുമോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ, കുറച്ചുകൂടി അവർ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസീവ് ആകാമായിരുന്നു. ഓക്കെ, കുറേ കാര്യങ്ങൾ ചിലപ്പോൾ അവർ പ്ലാൻ ചെയ്തത് ചില ജോക്സ് ആയിരിക്കും, ചിലപ്പോൾ അതൊരു ജോക്കായിരുന്നിരിക്കും. എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമായിരുന്നു. ഓക്കെ, അതെല്ലാം അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് പറയാം, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കാം, ഇങ്ങനെയൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇങ്ങനൊരു സാഹചര്യം നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ആകുമായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെയൊന്നും കണക്റ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലാത്ത എനർജീസ് ആണെങ്കിൽ വിട്ടുകളയുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. ആൻഡ് ഫൈനൽ കാർഡ് ഹിയർ ഈസ് ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദി റൈറ്റ് പാത്ത്. ഇപ്പോഴും അവർ ഒരു റൈറ്റ് പാത്ത് കണ്ടെത്താനാകാതെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഫൈനൽ കാർഡ് തന്നിരുന്നത്. അതായത് ഫസ്റ്റ് കാർഡും ലാസ്റ്റ് കാർഡും കൂടെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല.
അവരുടെ മുന്നിൽ വലിയൊരു തടസ്സം പോലെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ അവർ സ്റ്റക്കായിട്ടുള്ള ഒരു എനർജിയിലാണുള്ളത്. ഓക്കെ, അവർക്ക് ഒരുപാട് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് അവർ വിഷമിക്കുന്നുണ്ട്. നിങ്ങളോട് തുറന്ന് ഒരു സോറി പറയാൻ പോലുമുള്ള അർഹത ആ വ്യക്തിക്ക് ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു സാഹചര്യം അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ കുറേയധികം കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് ചില മിസ്റ്റേക്കുകൾ സംഭവിച്ചു എന്നത് അവർ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയതായിരുന്നില്ല. ഒരു പക്ഷേ മറ്റൊരു വേളയിൽ നിങ്ങളോട് പറയാം, അല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ നിങ്ങളോട് ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാം എന്തൊക്കെയോ ചില പ്ലാൻസ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അവർ നിങ്ങളോട് തുറന്നു പറഞ്ഞില്ല. ഇത് തന്നെയാണ് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ഓക്കെ, ഒരു പക്ഷേ അത് സോൾവ് ചെയ്യാനായിട്ട് അവർ നിങ്ങളുടെ മുന്നിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, അവരെ ഒന്ന് കേൾക്കുക. ഓക്കെ, അവർ പറയാനായിട്ടുള്ളൊരു അവസരം അവർക്ക് കൊടുക്കുക. ഓക്കെ.